ഇതെന്താന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഒരു ക്ലൂ തരാം. കഴിക്കുന്ന സാധനമല്ല. ഇനി എന്തേലും ഒരു ഗസ് ഉണ്ടോ? അപ്പം ഞാൻ തന്നെ പറയാം. ഇത് നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണയാട്ടോ. നമ്മള് വീട്ടിൽ തന്നെ എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കരിവേപ്പില, നാരങ്ങ, കറ്റാർവാഴ, പെരുംജീരകം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിട്ടാ നമ്മളുണ്ടാക്കുന്നത്. നാരങ്ങ ഞാൻ പറഞ്ഞു. നാരങ്ങ ഇടും കേട്ടോ. പിന്നെ നാട്ടിലാണെങ്കി അമ്മ തുളസിയും പിന്നെ എന്തോ ഒരു ഇല പനിനീർ കൂർക്ക എന്തോ ഒരു ഇല. ആ ഒരു ഇലയും കൂടി ഇടും. അത് ഇവിടെ ഇല്ല കേട്ടോ. തുളസിയും ആ ഇലയില്ല. ബാക്കിയെല്ലാം ഇവിടെ കിട്ടും. അപ്പൊ അത് വെച്ചിതാ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞുവാവയും അവള് ജനിച്ചപ്പോൾ മുതൽ ഇത് തന്നെയാ തേക്കുന്നത്. ഇത് എന്നിട്ട് നമ്മളിപ്പോൾ തണുക്കാൻ വെച്ചേക്കുവാ. ചൂടാണേ. അത് കഴിയുമ്പോൾ നമ്മൾ അരിച്ചൊരു ബോട്ടിലിലാക്കുവേ. പിന്നെ ഇതിനകത്തുനിന്ന് ഈ ഓയിൽ നമ്മൾ വിർജിൻ കോക്കനട്ട് ഓയിൽ ഓർഗാനിക് അത് നമ്മൾ ഇതിനകത്ത് സാംസ് ക്ലബ്ബിൽ നിന്നാണ് കേട്ടോ. ഇതിങ്ങനെ വാങ്ങിച്ചിട്ട് ഈ ഒരു ഡെപ്പയ്ക്കകത്ത് ഫുൾ എണ്ണയേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ ഇതൊരു 6 മാസത്തോളമൊക്കെ കാണും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് അതാണ്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതെന്താണെന്നറിയാമോ? ഇതാണ് വെള്ള നാരങ്ങ അച്ചാർ. ഇത് ഇവിടെ വീട്ടിൽ എപ്പോൾ ഉണ്ടാക്കിയാലും അമ്മ ഒരു കഥ പറയും. അതായത് അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മയ്ക്ക് ക്രേവിങ് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഈ വെള്ള നാരങ്ങ അച്ചാർ. അപ്പം ഞങ്ങളുടെ അച്ഛൻ ദുബായിലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ ആൻറ്റി അമ്മയും കൂടെ അന്ന് നാരങ്ങ അച്ചാറിട്ട് കഴിച്ച കാര്യമൊക്കെ പറയും. അപ്പോൾ പ്രത്യേക ഒരു സ്വാദായിരുന്നെന്നൊക്കെ പറയും. കാരണം ക്രേവിങ് ഉണ്ടായിട്ട് കഴിക്കുന്നതാണല്ലോ. അതിൻ്റെ ആയിരിക്കും. അതപ്പോൾ അമ്മ എപ്പോഴും പറയും കേട്ടോ. എപ്പോഴും ഈ അച്ചാർ ഇടുമ്പോൾ പറയും. പിന്നെ നമ്മൾ ഇത് 1 വർഷം വരെയൊക്കെ നിൽക്കും കേട്ടോ. നമ്മൾ ഉണങ്ങിയ സ്പൂണിട്ട് കഴിക്കുവാണെങ്കിൽ വെള്ളം നനയാതിരിക്കുവാണെങ്കിൽ 1 വർഷം വരെ ഇരിക്കും. ഇപ്പോൾ കണ്ടോ ഇതുപോലത്തെ ഇനി 2 പാത്രത്തിൽ കൂടെ നിറഞ്ഞായിരുന്നേ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇത് മാത്രം നമ്മൾ വെളിയിൽ വെച്ചു. ഇത് കുറേ മാസം നിൽക്കും. ഇത് പിന്നെ ഇതിൻ്റെ മേളിൽ ഈ $5 കാണും. നമ്മൾ ഫൈവ് ബിലോ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ. അവിടെ എന്തെടുത്താലും ₹5. ആ കടയിൽ നിന്ന് അമ്മ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കും ചിലപ്പം. അപ്പം ഇത് കണ്ടോ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും ഈ പാത്രം. അപ്പം അത്രയൊക്കെയുള്ളൂ. സബ്സ്ക്രൈബ്.